ദേഷ്യം ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വരുന്നവരോട് 3 സിമ്പിൾ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മളെക്കാൾ ഫിനാൻഷ്യലി ഒരുപാട് ഉയരെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ദേഷ്യപ്പെടാറുണ്ടോ? നോർമലി ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. 2, ഫിസിക്കലി നമ്മളെക്കാൾ വളരെ ഉയർന്നു നിൽക്കുന്നവരോട് നമ്മൾ ദേഷ്യത്തിൽ പെരുമാറാറുണ്ടോ? അതായത് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ തല്ലാൻ വരുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഷൗട്ട് ചെയ്യാൻ പോകാറുണ്ടോ? ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. 3, നമ്മൾ ദേഷ്യപ്പെടുന്നത് കൊണ്ട് മാത്രം നമ്മളെ വിട്ടു പോകുന്ന ആരുടെയും അടുത്ത് നമ്മൾ പോയിട്ട് വഴക്കിന് നിൽക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ നോർമലി നമ്മൾക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ അറിയാം. പക്ഷെ ചിലയിടങ്ങളിൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുന്നുണ്ട് നമ്മൾ അറിയാതെ. അതായത് ഫിനാൻഷ്യലി നമ്മളെക്കാൾ താഴെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ പലപ്പോഴും ഷൗട്ട് ചെയ്യാറുണ്ട്. 2, ഫിസിക്കലി നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാലും അവർ മിണ്ടാതെ പോകും എന്ന് പറയുന്നിടങ്ങളിൽ നമ്മൾ ഫിസിക്കലി നമ്മളെക്കാൾ താഴെ നിൽക്കുന്നിടത്ത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. 3, എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നമ്മളെ വിട്ടു പോവില്ല എന്നുള്ളതെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടാറുണ്ട് അല്ല നമ്മുടെ വീട്ടിൽ. അപ്പോൾ നോർമലി നമുക്ക് ഈ ദേഷ്യം ഒന്ന് മാറ്റിയെടുക്കണം എന്ന് ഉള്ളിൽ അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുക. നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ ഒരു വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ മറ്റുള്ളവരോട് പറയാം. ഞാൻ എപ്പോഴാണോ നിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത് അപ്പോഴൊക്കെ ഒരു വീഡിയോ എടുത്ത് തരണേ. കാരണം പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഈ ദേഷ്യം വരുമ്പോൾ ഞാൻ എന്തൊക്കെ വിളിച്ചു പറയാറുണ്ട്, എന്തൊക്കെ ചെയ്തു കൂട്ടാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആ ദേഷ്യം മാറിക്കഴിഞ്ഞാൽ ഇതൊന്നും ഞാൻ ഓർത്തെടുക്കാറില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ വ്യക്തമായിട്ട് അറിയണം. അതായത് ദേഷ്യം എനിക്ക് കോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം, അല്ലെങ്കിൽ ദേഷ്യത്തിൽ നിന്ന് എനിക്ക് മാറി നിൽക്കണം എന്ന് അത്രയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ദേഷ്യപ്പെടുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കാൻ നിങ്ങളുടെ അടുത്ത് മറ്റുള്ളവരുടെ അടുത്ത് ഒന്ന് പറയാം. അവർ ആ വീഡിയോ എടുത്ത് തരുമ്പോൾ നമുക്കറിയാം നമ്മൾ എത്രമാത്രം വേർഡ്സുകളാണ് യൂസ് ചെയ്യുന്നത്, ബാഡ് വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം വേദനിപ്പിക്കുന്ന വാക്കുകളാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ഫേസിൽ വരുന്ന വ്യത്യാസങ്ങൾ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഇത് 3ഉം നമ്മളിൽ നിന്ന് നമ്മൾ ഒട്ടും നമ്മളെപ്പോലും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് വേറൊരു വേർഷനിൽ സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്ന ആ നിമിഷം നമ്മൾ സ്വയം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരും. ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാനല്ല, മാനേജ് ചെയ്യാനായിട്ട് വളരെയധികം ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ദേഷ്യപ്പെടുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കാൻ പറയാം. അതൊന്നോ 2, 3 പ്രാവശ്യം കണ്ടു നോക്കാം. മറ്റൊരാളുടെ ഒരു സഹായം ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആങ്കർ മാനേജ്മെന്റിന് പറ്റും. അപ്പോൾ വീണ്ടും കാണാം. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ.